നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. ഇന്ന് രാജ്യത്തെ എല്ലാ കുടുംബങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാന വിഷയമാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ഇന്ന് ജൂലൈ 1 മുതൽ ദേശീയ സെൻസസിന്റെ ഭാഗമായി സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരശേഖരണ നടപടികൾ ആരംഭിക്കുന്ന ഘട്ടത്തിലേക്കാണ് രാജ്യം കടന്നിരിക്കുന്നത്. ഇന്നലെ വരെ പൊതുജനങ്ങൾക്ക് സ്വന്തം വീടിന്റെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ ഓൺലൈൻ വഴി സ്വയം രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ലഭ്യമായിരുന്നു. ആ ഘട്ടം അവസാനിച്ചതോടെ ഇനി വീട് തോറും ഉദ്യോഗസ്ഥർ എത്തി വിവരങ്ങൾ ശേഖരിക്കുന്ന നടപടിയാണ് നടക്കുന്നത്. ആദ്യം തന്നെ സെൻസസ് എന്താണെന്ന് മനസ്സിലാക്കാം. ദേശീയ സെൻസസ് എന്നത് രാജ്യത്തെ ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെയും സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു ഏറ്റവും വലിയ സർക്കാർ വിവരശേഖരണ പ്രവർത്തനമാണ്. ഒരു പ്രദേശത്ത് എത്ര ആളുകൾ താമസിക്കുന്നു, എത്ര വീടുകളുണ്ട്, എത്ര കുട്ടികളുണ്ട്, എത്ര മുതിർന്ന പൗരന്മാരുണ്ട്, വിദ്യാഭ്യാസ നിലവാരം എന്താണ്, തൊഴിൽ സാഹചര്യം എന്താണ്, വീടുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാണോ, ഇത്തരം വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കുകയാണ് സെൻസസിന്റെ പ്രധാന ലക്ഷ്യം. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഭാവിയിൽ റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, കുടിവെള്ള പദ്ധതികൾ, പൊതുഗതാഗതം, മറ്റ് വികസന പദ്ധതികൾ എന്നിവ ആസൂത്രണം ചെയ്യുന്നതാണ്. ഇന്നു മുതൽ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്ന ഘട്ടം ആരംഭിക്കുകയാണ്. ഉദ്യോഗസ്ഥർ ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുമായിട്ടായിരിക്കും എത്തുക. വീട്ടിലുള്ള ഒരാളിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കും. ചില സ്ഥലങ്ങളിൽ മുൻകൂട്ടി സെൽഫ് എന്യൂമറേഷൻ നടത്തിയവരോട് ലഭിച്ച 11 അക്ക സെൽഫ് എന്യൂമറേഷൻ ID ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് 34 ചോദ്യങ്ങൾ? പലരും ചോദിക്കുന്നു, ഇത്രയും ചോദ്യങ്ങൾ എന്തിനാണ്? യഥാർത്ഥത്തിൽ ഈ ചോദ്യങ്ങൾ ഓരോ കുടുംബത്തിന്റെയും ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ഉദാഹരണത്തിന്, വീട് സ്വന്തമാണോ, വാടക വീടാണോ, വീട്ടിൽ എത്ര മുറികളുണ്ട്, കുടിവെള്ളം എവിടെ നിന്നാണ് ലഭിക്കുന്നത്, വൈദ്യുതി ഉണ്ടോ, ശുചിമുറി ഉണ്ടോ, ഏത് ഇന്ധനമാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത്, ഇന്റർനെറ്റ് സൗകര്യമുണ്ടോ, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ, വാഹനങ്ങളുണ്ടോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇവ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക ചിത്രം മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിവരങ്ങളാണ്. സെൻസസ് കാരണം പെൻഷൻ മുടങ്ങുമോ എന്നുള്ള സംശയം പലർക്കുമുണ്ട്. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമായി പറയാം. നിലവിൽ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം സെൻസസ് വിവരശേഖരണം മാത്രം കാരണം സാമൂഹിക ക്ഷേമ പെൻഷൻ നിർത്തുമെന്ന് കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ പ്രഖ്യാപിച്ചിട്ടില്ല. അതിനാൽ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചത് കൊണ്ട് മാത്രം നിങ്ങളുടെ പെൻഷൻ നിർത്തുമെന്ന് കരുതേണ്ടതില്ല. പെൻഷന് പ്രത്യേക അർഹതാ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് പരിശോധനകൾ നടക്കുന്നത്. സെൻസസ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദേശീയ വിവരശേഖരണ പ്രവർത്തനമാണ്. എന്നാൽ ആളുകൾ എന്തുകൊണ്ടാണ് ഭയക്കുന്നതെന്നുള്ള ചോദ്യമുണ്ട്. അതിനും കാരണമുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സാമൂഹിക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നിരവധി പരിശോധനകൾ നടന്നിരുന്നു. അർഹതയില്ലാത്ത പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താനുള്ള നടപടികളും സർക്കാർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സെൻസസും അതുമായി ബന്ധപ്പെടുത്തി പല അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നത്. പക്ഷേ ഈ രണ്ടും ഒരേ നടപടിയല്ല. ഇനി BPL APL ആകുമോ എന്നുള്ള ചോദ്യവുമുണ്ട്. സെൻസസ് കഴിഞ്ഞാൽ BPL റേഷൻ കാർഡ് APL ആകുമോ എന്നുള്ള ചോദ്യത്തിന് ഇതിനും വ്യക്തമായി മറുപടി പറയാം. നിലവിൽ സെൻസസ് വിവരശേഖരണം മാത്രം കാരണം BPL കാർഡ് APL ആയി മാറ്റുമെന്ന ഔദ്യോഗിക അറിയിപ്പൊന്നും നിലവിലില്ല. റേഷൻ കാർഡുകളുടെ വിഭാഗീകരണം സംസ്ഥാന സർക്കാരിന്റെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പ്രത്യേക മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് നടക്കുന്നത്. അതിന് പ്രത്യേക നടപടിക്രമങ്ങളും സർക്കാർ തീരുമാനങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് സെൻസസ് കഴിഞ്ഞാൽ എല്ലാവരുടെയും BPL കാർഡ് മാറും എന്ന രീതിയിലുള്ള സന്ദേശങ്ങൾക്ക് നിലവിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. പക്ഷെ ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. പിന്നെ ഈ വിവരങ്ങൾ പെൻഷൻ അതുപോലെ റേഷൻ കാര്യത്തിൽ ഉപയോഗിക്കുമോ, ഈ വിവരങ്ങൾ ഉപയോഗിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഈ ചോദ്യവും പലരും ചോദിക്കുന്നുണ്ട്. അതെ, അതിനുത്തരം അതെ തന്നെയാണ്. കാരണം സെൻസസ് വിവരങ്ങൾ സർക്കാർ നയരൂപീകരണത്തിനും വികസന പദ്ധതികൾക്കും ഉപയോഗിക്കും. പക്ഷെ ഇത് ഇന്ന് വിവരങ്ങൾ ശേഖരിച്ചു നാളെ തന്നെ പെൻഷൻ നിർത്തും എന്ന രീതിയിലുള്ള നടപടിയല്ല. ഭാവിയിൽ സർക്കാർ പുതിയ ക്ഷേമ പദ്ധതികളോ പുതിയ അർഹതാ മാനദണ്ഡങ്ങളോ കൊണ്ടുവരുമ്പോൾ വിവിധ ഔദ്യോഗിക ഡാറ്റകൾ പരിഗണിക്കാം. എന്നാൽ അത്തരം മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ സർക്കാർ പ്രത്യേകമായി ഉത്തരവ് പുറപ്പെടുവിക്കുകയും പൊതുജനങ്ങളെ അറിയിക്കുകയും ചെയ്യും. ഇനി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമതായി, ഭയപ്പെടേണ്ടതില്ല. ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി വിവരങ്ങൾ നൽകുക. അറിയാത്ത കാര്യങ്ങൾ ഊഹിച്ച് പറയരുത്. തെറ്റായ വിവരങ്ങൾ മനഃപൂർവ്വം നൽകരുത്. രണ്ടാമതായി, OTP ആരുമായും പങ്കുവെക്കരുത്. വ്യാജ ഫോൺ കോളുകൾ വിശ്വസിക്കരുത്. മൂന്നാമതായി, സെൽഫ് എന്യൂമറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലഭിച്ച ID സുരക്ഷിതമായി സൂക്ഷിക്കുക.
സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയാൽ ആദ്യം വീടിന്റെ അടിസ്ഥാന വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. വീട് സ്വന്തമാണോ, വാടക വീട്ടിലാണോ താമസം, വീട്ടിൽ എത്ര പേർ താമസിക്കുന്നു, വീട്ടിലെ പ്രധാന വരുമാന മാർഗം എന്താണ്, കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്, കുട്ടികൾ, മുതിർന്നവർ, ഭിന്നശേഷിക്കാർ എന്നിവയുടെ വിവരങ്ങളും ചോദിക്കാം. തുടർന്ന് വീടിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും, അതുപോലെ AC ഉണ്ടോ, കുടിവെള്ളമുണ്ടോ, വീട്ടിൽ ശുചിമുറി ഉണ്ടോ, വൈദ്യുതി കണക്ഷൻ ഉണ്ടോ, അതുപോലെ ഏത് ഇന്ധനമാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത്, ഇന്റർനെറ്റ് സൗകര്യമുണ്ടോ, മൊബൈൽ ഫോൺ ഉണ്ടോ, എല്ലാം ഈ വിവരങ്ങളെല്ലാം രാജ്യത്തിന്റെ വികസന ആവശ്യങ്ങൾ മനസ്സിലാക്കാനാണ് ശേഖരിക്കുന്നത്. ചിലർ ചോദിക്കാറുണ്ട്, എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടോ, TV ഉണ്ടോ, വാഹനമുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്തിനാണ് ഈ കാര്യങ്ങൾ സർക്കാരിന് അറിയേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇതിനുള്ള കാരണം വളരെ ലളിതമാണ്. ഒരു പ്രദേശത്തിന്റെ ജീവിത നിലവാരം, അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത, വികസനത്തിന്റെ തോത് എന്നിവ മനസ്സിലാക്കാൻ ഇത്തരം വിവരങ്ങൾ സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു പ്രദേശത്ത് ഭൂരിഭാഗം വീടുകൾക്കും ശുദ്ധജലം സൗകര്യമില്ലെന്ന് കണ്ടെത്തിയാൽ ഭാവിയിൽ അവിടെ കുടിവെള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകാൻ സർക്കാരിന് കഴിയും. അതുപോലെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, റോഡ് വികസനം തുടങ്ങിയ മേഖലകളിലും സെൻസസ് ഡാറ്റ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു വലിയ സംശയമുണ്ട്, എൻ്റെ വീട്ടിൽ കാറുണ്ട്, പെൻഷൻ മുടങ്ങുമോ എന്നുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന സന്ദേശങ്ങളിൽ ഒന്നാണിത്. ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. സെൻസസ് ഉദ്യോഗസ്ഥർ കാറ് കണ്ടതുകൊണ്ട് മാത്രം പെൻഷൻ റദ്ദാക്കില്ല. സാമൂഹിക ക്ഷേമ പെൻഷൻ പ്രത്യേകം അർഹതാ മാനദണ്ഡങ്ങളും പരിശോധനാ നടപടികളും നിലവിലുണ്ട്. അവ പ്രകാരമാണ് സർക്കാർ തീരുമാനങ്ങൾ എടുക്കുന്നത്. സെൻസസ് അതിൽ നിന്ന് വ്യത്യസ്തമായ ദേശീയ വിവര ശേഖരണമാണ്. അതിൽ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ കേട്ട് ഭയക്കേണ്ടതുമില്ല. പക്ഷെ വീട്ടിൽ AC ഉണ്ടെങ്കിൽ പെൻഷൻ മുടങ്ങുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇത് നിരവധി പേർ ചോദിക്കുന്ന ചോദ്യമാണ്. നിലവിൽ വീട്ടിൽ AC ഉണ്ടെന്ന കാരണത്താൽ മാത്രം സെൻസസ് സമയത്ത് പെൻഷൻ റദ്ദാക്കുമെന്ന തരത്തിലുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും ഇല്ല. ചില ക്ഷേമ പദ്ധതികൾക്ക് വേറിട്ട അർഹതാ മാനദണ്ഡങ്ങൾ ഉണ്ടാവാം, എന്നാൽ അവ പ്രത്യേകം സർക്കാർ ഉത്തരവുകളിലൂടെയാണ് നടപ്പിലാക്കുന്നത്. സെൻസസ് വിവര ശേഖരണം മാത്രം അതിന് തുല്യമല്ല. BPL റേഷൻ കാർഡ് APL ആക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇത് വീണ്ടും വ്യക്തമായി പറയേണ്ട വിഷയമാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പല സന്ദേശങ്ങളും സെൻസസ് കഴിഞ്ഞാൽ BPL കാർഡുകൾ എല്ലാം APL ആക്കും എന്ന് പറയുന്നത്. എന്നാൽ നിലവിൽ അത്തരമൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഇല്ല. റേഷൻ കാർഡുകളിൽ വിഭാഗീകരണം സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക മാനദണ്ഡങ്ങൾ പ്രകാരമാണെന്ന് വീണ്ടും ഞാൻ സൂചിപ്പിക്കട്ടെ. പിന്നെ അതായത് ചിലർ കരുതുന്നത് ഇങ്ങനെയാണ്, സത്യം പറഞ്ഞാൽ ആനുകൂല്യം നഷ്ടമാകും. ഈ ചിന്ത ശരിയല്ല. സർക്കാരിന്റെ ഔദ്യോഗിക വിവരശേഖരണത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് പിന്നീട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. അതുകൊണ്ട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും യഥാർത്ഥ വിവരങ്ങൾ നൽകുക. അതാണ് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തം. സെൻസസിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങൾ വ്യക്തിപരമായി പ്രസിദ്ധീകരിക്കാനല്ല. ഈ വിവരങ്ങൾ സംയോജിപ്പിച്ച് ജില്ല, സംസ്ഥാനം, രാജ്യം എന്നിവയുടെ ജനസംഖ്യ കണക്കുകൾ തയ്യാറാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, എത്ര വീടുകൾക്ക് വൈദ്യുതി ഉണ്ട്, എത്ര വീടുകൾക്ക് കുടിവെള്ളം ലഭിക്കുന്നുണ്ട്, എത്ര പേർക്ക് വിദ്യാഭ്യാസമുണ്ട്, അതുപോലെ എത്ര പേർക്ക് തൊഴിൽ ഉണ്ട്. ഈ സ്ഥിരീകരണ വിവര കണക്കുകളാണ് സർക്കാർ നയരൂപീകരിച്ച് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇന്ന് യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നിവയിൽ പല തലക്കെട്ടുകളും കാണാം. അതായത് പെൻഷൻ നിർത്തും, BPL റദ്ദാക്കും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. സെൻസസ് വന്നാൽ പരിശോധനയിൽ എല്ലാവരും കുടുങ്ങും. ഇത്തരം സന്ദേശങ്ങൾ കാണുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് ഔദ്യോഗിക സർക്കാർ അറിയിപ്പുകൾ എന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. ദേശീയ വാർത്തകൾ, സർക്കാർ പദ്ധതികൾ, പെൻഷൻ, PM കിസാൻ, റേഷൻ, ധനകാര്യവുമായി ബന്ധപ്പെട്ട വിശ്വസനീയമായ അപ്ഡേറ്റുകൾ ആദ്യം അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.